ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിയിലെ 6-ാമത്തെ പാഠം നോക്കാം. അദ്ദർസു സാദിസു വസിയാബക ഫത്വഹിർ. നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക. ഈ പാഠത്തിൽ പ്രധാനമായും നജസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ നജസ്സിൽ നിന്ന് ശുദ്ധി വരുത്തൽ. ഇനി നമുക്ക് പാഠം വായിക്കാം. തുണി മാറിയെടുക്കൂ, അതിൽ കുട്ടിയുടെ മൂത്രമായിട്ടുണ്ട്. ഉപ്പ ഷമ്മാസിനെ ഓർമ്മിപ്പിച്ചു. മൂത്രമായ തുണി ധരിച്ചാൽ നിസ്കാരം ശരിയാവില്ലേ? ഇല്ല, അത് നജസ്സാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണമായും കഴുകിക്കളയണം. നജസ്സിൻ്റെ നിറം, മണം, രുചി എന്നിവ ബാക്കിയാവരുത്. എന്നിട്ട് വീണ്ടും നിസ്കരിക്കണം. ശരി, ഏതൊക്കെയാണ് നജസ്സുകളെന്ന് പറഞ്ഞു തരുമോ? ഷമ്മാസ് ചോദിച്ചു. മൂത്രം, മലം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാൽ, രോമം തുടങ്ങിയവ നജസ്സാണ്. കുട്ടികളെ, നജസ് എന്നാൽ മാലിന്യം എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഈ മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൂത്രം, മലം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദ്യം പറഞ്ഞാൽ കള്ള്, ശവം, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല്. തിന്നാൻ പറ്റാത്ത ജീവികൾ പറയുമ്പോൾ പൂച്ച അതുപോലുള്ള ജീവികൾ, അതിൻ്റെ പാല്, അതിൻ്റെ രോമം തുടങ്ങിയവ നജസ്സാണ്. ഈ നജസ് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായാൽ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നജസ്സായാൽ നമ്മൾ നജസ്സിൻ്റെ നിറം, മണം, രുചി, മൂത്രമാണെങ്കിൽ അതിന് മണം ഉണ്ടായിരിക്കും. അപ്പോൾ നിറം, മണം, രുചി, എന്ത് നജസ്സാണോ ആയത് അതിൻ്റെ ഈ മൂന്നും, നിറം, മണം, രുചിയും, അത് നീങ്ങുന്നത് വരെ നമ്മൾ അത് കഴുകിക്കളയണം. അത് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഇനി നമുക്ക് പാഠത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം. നായ, പന്നി എന്നിവ മുഅല്ലലായ ഗൗരവമുള്ള നജസ്സാണ്. അവ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണു കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നായ, പന്നി എന്നിവ മുഅല്ലലായ നജസ്. മുഅല്ലലായ നജസ് പറഞ്ഞാൽ നജസിൽ ഗൗരവമുള്ളത്. അതുകൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നമുക്ക് ബാക്കി നോക്കാം. നജസ് ശുദ്ധിയാക്കാൻ കഴിയില്ല. നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം, മൂത്രം, മലം, രക്തം, അതൊന്നും ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്നാൽ നായ, പന്നി അല്ലാത്തവയുടെ ശവത്തിൻ്റെ തോൽ ഊറക്കിടുന്നത് കൊണ്ടും നായയും പന്നിയും ഒഴിച്ചുള്ള ബാക്കി ജീവികളുടെ ശവത്തിൻ്റെ തോല് ഊറക്കിടുന്നത് കൊണ്ട്. ശവത്തിൻ്റെ തോൽ ഊറക്കിടുക എന്ന് പറഞ്ഞാൽ പോത്ത്, മൂരി തുടങ്ങിയ മൃഗങ്ങളെ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോല് ഊറക്കിടാറുണ്ട്. അങ്ങനെ ഊറക്കിടുന്നത് കൊണ്ടും മദ്യം സുർക്കയാകുന്നത് കൊണ്ടും ശുദ്ധിയാകുന്നതാണ്. മദ്യം സുർക്കയായി കഴിഞ്ഞാൽ അത് ശുദ്ധിയായി. മൃഗത്തിൻ്റെ തോല് ഊറക്കിട്ട് കഴിഞ്ഞാൽ അതും ശുദ്ധിയായി. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ ബാക്കി നോക്കാം. മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസ്സല്ല. മനുഷ്യൻ്റെ മയ്യത്തും നജസ്സല്ല. കോഴി, ആട് പോലെയുള്ള തിന്നൽ ഹലാലായ ജീവികളുടെ ശവം നജസ്സാണ്. എന്നാൽ ഇവയെ അറുത്താൽ നജസ്സല്ല. ഇവയിൽ നിന്ന് ജീവിതകാലത്ത് വേർപിരിഞ്ഞ രോമം, തൂവൽ മുതലായവയും നജസ്സല്ല. ഇനി നമുക്ക് നോക്കാം. മത്സ്യം, വെട്ടുകിളി, മീൻ, വെട്ടുകിളിയൊക്കെ, വെട്ടുകിളി പറഞ്ഞാൽ ജറാദ്, അതൊരു ജീവിയാണ്. അതിന് നമുക്ക് ജീവനില്ലാതെ കിട്ടിയാലും ഭക്ഷിക്കാം. അത് നജസ്സല്ല. ജീവനില്ലെങ്കിലും അത് നജസ്സല്ല. മനുഷ്യൻ്റെ മയ്യത്ത് നജസ്സല്ല. കോഴി, ആട് പോലെയുള്ള തിന്നൽ ഹലാലായ ജീവികളുടെ ശവം, അതെങ്ങനെയെങ്കിലും അസുഖമൊക്കെ വന്ന് ചത്തു കഴിഞ്ഞാൽ അത് നജസ്സാണ്. കോഴി, ആടൊക്കെ ചത്തുപോയാൽ അത് നജസ്സാണ്.
എന്നാൽ ഇവയെ അറുത്താൽ നജസല്ല. ഇവ അറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാം. പക്ഷേ ജീവനില്ലാതെ അസുഖം വന്ന് ചത്തുപോയാൽ അത് നജസാണ്. ഇവയിൽ നിന്ന് ജീവിതകാലത്ത് വേർപിരിഞ്ഞ രോമം, തൂവൽ മുതലായവയും നജസല്ല. ആട്, കോഴി തുടങ്ങിയവയുടെയൊക്കെ ആടിൻ്റെ രോമം, കോഴിയുടെ തൂവൽ ഇതൊക്കെ ജീവിതകാലത്ത് കൊഴിഞ്ഞു വരുന്നതാണെങ്കിൽ അത് തൊട്ടാൽ നജസല്ല. ഇനി നമുക്ക് പാഠത്തിൻ്റെ ബാക്കി നോക്കാം. നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. അത് കഴുകി വൃത്തിയാക്കാം. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. തഹൂറായ വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. അപ്പോൾ നമ്മൾ പഠിച്ചു, നജസ് കൊണ്ട് കാഷ്ടം, മൂത്രം ഇതൊക്കെ ആയ തുണി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ അപ്പോൾ അത് മുത്തനജ്ജിസ് എന്നാണ് പറയുക. നമ്മുടെ തുണിയിലായി കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രസ്സിൽ ഛർദ്ദിച്ചതായി കഴിഞ്ഞാൽ ഡ്രസ്സിന് മുത്തനജ്ജിസ് എന്നാണ് പറയുക. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കാം, ഡ്രസ്സ് കഴുകി വൃത്തിയാക്കാം. പക്ഷേ നജസിൻ്റെ നിറം, മണം, രുചി, ഛർദിലൊക്കെ ആണെങ്കിൽ അത് എല്ലാതും കാഷ്ടമാണെങ്കിലും അത് നീങ്ങുന്നത് വരെ കഴുകണം. തഹൂറായ വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. എന്നാൽ 2 വയസ്സ് തികയാത്തതും പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്തതുമായ ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലത്ത് വെള്ളം കുടഞ്ഞാൽ മതി. അവിടെ മൂത്രം അവശേഷിക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ്. 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത വേറൊന്നും, ഒരു ഭക്ഷണം കൊടുക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലത്ത് വെള്ളം കുടഞ്ഞാൽ മതി. അവിടെ മൂത്രം ഉണ്ടെങ്കിൽ, മൂത്രം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. ഷമ്മാസ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഈ പാഠത്തിൻ്റെ ബാക്കി നോക്കാം. കോളം ലാ തസിഹുസ്സലാത്തു ബിന്നജസി. നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. നജസിൽ നിന്നുള്ള ശുദ്ധീകരിക്കൽ നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഷർത്താണ്. ഈ പാഠം വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പോകാം. 1 നസിലു, അതിൻ്റെ ആദ്യം തന്നിട്ടുണ്ട് മുഅല്ലല്, നജസ്, മുത്തനജ്ജിസ്. ആ സൈഡിൽ തന്നിട്ടുണ്ട് നജസായ വസ്ത്രം, പന്നി, മലം. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. മുഅല്ലല് പന്നി, നജസ് മലം, മുത്തനജ്ജിസ് നജസായ വസ്ത്രം. 2 നുജിബു, ഉത്തരം എഴുതുക. നജസ് എത്ര ഇനം, ഏതെല്ലാം? ഉത്തരം നജസ് 2 ഇനം, മുത്തനജ്ജിസ് മുഅല്ലലായ നജസ്. 2 ശുദ്ധിയാകുന്ന നജസ് ഏതെല്ലാം? ഉത്തരം മുത്തനജ്ജിസുകളെല്ലാം ശുദ്ധിയാക്കാം. മുത്തനജ്ജിസുകളെല്ലാം ശുദ്ധിയാക്കാം. 3 നജസല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം? ഉത്തരം മത്സ്യം, വെട്ടുകിളി, മനുഷ്യൻ്റെ മയ്യത്ത്. 4 മുത്തനജ്ജിസായ തുണി ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെ? അതിൻ്റെ ഉത്തരം നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. 5 മുത്തനജ്ജിസായതിനെ ശുദ്ധീകരിക്കാൻ ഏതു വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? ത്വഹൂറായ വെള്ളം. 6 വെള്ളം കുടഞ്ഞാൽ ശുദ്ധിയാകുന്ന നജസ് ഏത്? ഉത്തരം 2 വയസ്സ് തികയാത്തതും പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്തതുമായ ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലം. 2 വയസ്സ് തികയാത്തതും പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്തതുമായ ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലം. 7 മുഅല്ലലായ നജസ് എന്നാൽ എന്ത്? നായ, പന്നി എന്നിവ മുഅല്ലലായ ഗൗരവമുള്ള നജസാണ്. 8 മുഅല്ലലായ നജസ് കൊണ്ട് മുത്തനജ്ജിസായത് എങ്ങനെ ശുദ്ധീകരിക്കും? ഉത്തരം 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ്, കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. 3 നുബയ്യിനു, വിശദീകരിക്കും. 1 നജസ്. അതിൻ്റെ ഉത്തരം മലം, മൂത്രം, രക്തം, ഛർദ്ദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാത്ത ജീവികളുടെ പാൽ, രോമം തുടങ്ങിയവ നജസാണ്. നായ, പന്നി എന്നിവ മുഅല്ലലായ നജസാണ്. മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവ അല്ലാത്ത ജീവികളുടെ ശവം നജസാണ്. അതിൽ വിശദീകരിക്കാനുള്ളതിൽ 2 മുത്തനജ്ജിസ്.
അതിൻ്റെ ഉത്തരം നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. ത്വഹൂറായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാം. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. നക്തുബു ഫിക്ര. ഫിക്ര എഴുതുക, ഒരു പാരഗ്രാഫ് എഴുതുക. 1. നജസ്. അതിൻ്റെ ഉത്തരം നജസ് എന്നാൽ മാലിന്യം എന്നാണ് അർത്ഥം. നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. മൂത്രം, മലം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാൽ, രോമം, നായ, പന്നി ഇവയെല്ലാമാണ് നജസ്സുകൾ. നജസ് വൃത്തിയാക്കാൻ കഴിയില്ല, എന്നാൽ മുത്തനജ്ജിസ് വൃത്തിയാക്കാം. മുത്തനജ്ജിസ് വൃത്തിയാക്കാൻ തഹൂറായ വെള്ളം കൊണ്ട് നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. നായ, പന്നി എന്നിവ ഗൗരവമുള്ള നജസ്സാണ്. അവ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഇത് വൃത്തിയായി എഴുതിയെടുക്കുക. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കും.